ഏറ്റവും മനോഹരമായി നമ്മളെ വീട്ടിലുണ്ടാകുന്ന ജൈവ വേസ്റ്റിനെ സംസ്കരിച്ച് വളമാക്കി മാറ്റാനുള്ള നല്ല പദ്ധതിയാണിത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ജൈവ മാലിന്യങ്ങളെ ഉറവിടങ്ങളിൽ വെച്ചു തന്നെ നശിപ്പിക്കാൻ റിംഗ് കമ്പോസ്റ്റ് പദ്ധതിയുമായി പെരിന്തൽമണ്ണ നഗരസഭ. നഗരസഭയിലെ 250ഓളം കുടുംബങ്ങൾക്കായി നഗരസഭ ഒരുക്കിയ റിംഗ് കമ്പോസ്റ്റുകളുടെ വിതരണോദ്ഘാടനം ചെയർപേഴ്സൺ പി ഷാജി നിർവഹിച്ചു. നഗരത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കി മാറ്റുന്നതിനായി നിരവധി പദ്ധതികളാണ് പെരിന്തൽമണ്ണ നഗരസഭ നടപ്പിലാക്കി വരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ 3ാം സ്ഥാനത്തെത്താനും പെരിന്തൽമണ്ണ നഗരസഭയ്ക്കായിട്ടുണ്ട്. മാലിന്യത്തെ വേരോടെ പിഴുതെറിയാൻ വീടുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ മാലിന്യങ്ങളെ ഉറവിടത്തിൽ വെച്ച് തന്നെ സംസ്കരിക്കുന്നതിനായുള്ള പുതിയ പദ്ധതിക്ക് കൂടി രൂപം നൽകിയിരിക്കുകയാണ് നഗരസഭ ഭരണസമിതി. ഇതിന്റെ ഭാഗമായി വീടുകൾക്ക് നൽകി വരുന്ന റിംഗ് കമ്പോസ്റ്റിന്റെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി നിർവഹിച്ചു. നഗരസഭയിലെ 250ഓളം വീടുകളിലേക്കാണ് റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്തത്. ഉറവിട മാലിന്യ സംസ്കരണം വീടുകളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് നഗരസഭ റിംഗ് കമ്പോസ്റ്റ് വിതരണം ചെയ്യുന്നത്. ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള കാര്യക്ഷമമായ രീതിയാണ് റിംഗ് കമ്പോസ്റ്റിംഗ്. താരതമ്യേന ദുർഗന്ധമില്ലാത്തതും എളുപ്പത്തിൽ ചെയ്യാവുന്നതുമായ റിംഗ് കമ്പോസ്റ്റ് വീടുകൾക്കും ചെറുകിട പ്രവർത്തനങ്ങൾക്കും കൂടുതൽ അനുയോജ്യമാണ്. ജൈവ വേസ്റ്റ് ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് വീടുകളിൽ വേസ്റ്റ് ഒരുക്കുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നമ്മൾ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് തന്നെ 3ാം സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. നമ്മളതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് കണ്ടിട്ടുള്ളത് അതായത് ജൈവ വേസ്റ്റ് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാവണമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. നമ്മളും നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ജില്ലയിലല്ല സംസ്ഥാനത്ത് തന്നെ ജൈവ വേസ്റ്റൊക്കെ കളക്ട് ചെയ്യുന്ന ഏക നഗരസഭയായിരുന്നു നമ്മൾ. ഇപ്പോൾ കുറേ നഗരസഭകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോഴുള്ള ചിന്തയാണ് എന്തുകൊണ്ട് വീട്ടുകാരിൽ തന്നെ അവിടെ തന്നെ അത് സംസ്കരിക്കാനുള്ള സംവിധാനത്തിലേക്ക് നമുക്ക് പോയിക്കൂടാ എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ പ്രൊജക്റ്റ് വെച്ചിട്ടുള്ളത്. ഏറ്റവും മനോഹരമായി നമ്മളെ വീട്ടിലുണ്ടാകുന്ന ജൈവ വേസ്റ്റിനെ സംസ്കരിച്ച് വളമാക്കി മാറ്റാനുള്ള നല്ല പദ്ധതിയാണിത്. ഇതിലേക്ക് കൂടുതൽ ആളുകൾ വരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ 250 പേർക്കാണ് ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ വിതരണോദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പെരിന്തൽമണ്ണ നഗരത്തെ ക്ലീൻ സിറ്റി ആക്കുന്നതിനുള്ള പ്രൊജക്റ്റാണിതെന്ന് നഗരസഭാ സെക്രട്ടറി JR ലാൽകുമാർ വ്യക്തമാക്കി. ജൈവ വേസ്റ്റുകൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ബിന്നുകൾ കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 250 വീടുകൾക്ക് നമ്മളിപ്പം ബിന്ന് നൽകുകയാണ്. ഇനി അത് തുടർച്ച പ്രോഗ്രാമായിട്ട് തന്നെ നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതായിരിക്കും മാക്സിമം. അപ്പം ആൾറെഡി മുനിസിപ്പാലിറ്റി തന്നെ നമ്മുടെ ജൈവ വേസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ വീടുകളിലെ വേസ്റ്റുകൾ അവിടെ തന്നെ സംസ്കരിച്ച് അവർക്ക് വളമാക്കി കൃഷിക്ക് മറ്റും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് വേണ്ടിയാണ് നമ്മളിത് നൽകുന്നത്. അങ്ങനെ നമ്മുടെ പൂർണ്ണമായും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയെ ക്ലീൻ സിറ്റിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. 2 റിങ്ങുകൾ ചേർന്നതാണ് ഒരു യൂണിറ്റ്. റിങ്ങുകളിൽ ജൈവമാലിന്യവും ഇനോക്കുലവും ചേർത്ത് ഓരോന്നും തുടർച്ചയായി ഉപയോഗിക്കുന്നതാണ് രീതി. 3700 രൂപ വില വരുന്ന റിംഗ് കമ്പോസ്റ്റ് 90% സബ്സിഡിയോടെ 370 രൂപയ്ക്കാണ് നഗരസഭ ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. കമ്പോസ്റ്റിന്റെ ഉപയോഗക്രമത്തെക്കുറിച്ച് ക്ലീൻ സിറ്റി മാനേജർ CK വത്സൻ വ്യക്തമാക്കി. ഇതിന്റെ പ്രോജക്റ്റ് കോസ്റ്റ് 3700 ആണ്. 90% സബ്സിഡിയാണ്. 370 രൂപ മാത്രമേ ഗുണഭോക്താക്കൾ അടക്കേണ്ടതുള്ളൂ. 2 റിങ്ങുകളാണ് കൊടുക്കുക. അതിൻ്റെ കൂടെ ഇനോക്കുലം കൊടുക്കും. സ്പ്രേ വിത്ത് ഇനോക്കുലം കൊടുക്കും. ഇതിൽ മാലിന്യം ഇട്ട് ഇനോക്കുലം സ്പ്രേ ചെയ്ത് ഒരു റിങ് നിറഞ്ഞാൽ രണ്ടാമത്തെ റിങ്ങിലേക്ക് മാലിന്യം നിക്ഷേപിക്കുക. രണ്ടാമത്തെ റിങ് നിറയുമ്പോൾ ആദ്യത്തെ റിങ് വളമായി നമുക്ക് നല്ല കമ്പോസ്റ്റിംഗ് ആയിട്ട് പച്ചക്കറികൾക്കും മറ്റും ഉപയോഗിച്ച് മാലിന്യമുക്തമായ പെരിന്തൽമണ്ണ നഗരസഭ വാർത്തെടുക്കുവാൻ സാധിക്കുന്നതാണ് ഈ പ്രോജക്റ്റ്. എല്ലാ പൊതുജനങ്ങളും ഈ ഒരു സംരംഭത്തിൽ പങ്കാളിയായിട്ട് ഈ പദ്ധതി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നഗരസഭ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ A നസീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ, മൻസൂർ നച്ചീൽ, കൗൺസിലർ സരോജ, നഗരസഭാ സെക്രട്ടറി JR ലാൽകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ്, ഹെൽത്ത് സൂപ്പർവൈസർ CK വത്സൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം. കെട്ടിക്കിടക്കുന്നത് മലിനവുമായ ജലാശയങ്ങൾ, പാറക്കുളങ്ങൾ, പായൽ പിടിച്ച ജലാശയങ്ങൾ, കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം. വാട്ടർ തീം പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക്
അമീബ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കുക, മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. ഉറപ്പാക്കാം ജലശുദ്ധി, ഉറപ്പാക്കാം ആരോഗ്യം.